ഹായ് വെൽക്കം ബാക്ക് ടു ജെയിം ജേണി ദി വേൾഡ് ഓഫ് തമ. അതായത് രശ്മിക മന്ദാന, ആയുഷ്മാൻ ഖുറാനനെ അല്ലേ, ആയുഷ്മാൻ, രശ്മിക, പരേഷ്, നവാസുദ്ദീൻ സിദ്ദീഖി ഒക്കെ ഉണ്ട്. എന്തായാലും ശരി, ഇതൊരു ഹൊറർ കോമഡി പരിപാടിയാണ് പിടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ രശ്മിക മന്ദാന ഷോ ആണെന്ന് ഒറ്റടിക്കുമ്പോൾ തോന്നും. ഷോ, ദ വേർഡ് ഷോ. ഓക്കെ, നമുക്ക് ഇതെങ്ങനെയുണ്ട് നോക്കാം. അല്ലേ അല്ലേ ഒരു മിനിറ്റ്, 1:49 കേട്ടോ. റെഡി. ഒഫീഷ്യൽ ടീച്ചറാണ്. സ്ത്രീന്റെ സൂപ്പറാണ് കേട്ടോ. ഹാരി പോട്ടർ പോലെ. ഞാൻ പറഞ്ഞില്ലേ ഷോ ആണെന്ന്. തെക്കല് കാര്യം മനസ്സിലായി. ഗെറ്റ് റെഡി. ലവ് സ്റ്റോറി, ഫസ്റ്റ് ലവ് സ്റ്റോറി. It's very bloody. തമയാണോ താമയാണോ? സ്ഥിരം പരിപാടി തന്നെ. क्या हुआ? रुक क्यों गए? पिछले 75 सालों से कोई रोमांस नहीं देखा मैंने. चालू रखो, कंटिन्यू. മഡ് ഡോഗ് ഫിലിംസ്. അപ്പൊ ഈ ദിവാലിക്ക് ഒരു കളർഫുൾ രശ്മിക മന്ദാന ഷോ കാണാം എന്ന് വിചാരിക്കുന്നു. നല്ല ദിവാലി ആയിരിക്കും. പിന്നെ സ്ത്രീ അതുപോലെ മുഞ്ചിയ ഒക്കെ ഭയങ്കര സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം കുറച്ചൊക്കെ അങ്ങനെ പേടിപ്പിക്കാനും പറ്റിയ സിനിമയാണ്. മാത്രമല്ല ആ ചെക്കനെ കാണാൻ നല്ല രസമായിരുന്നു. ശരിക്കും ഒരു ഹാരി പോട്ടർ ലുക്കുള്ള ഒരു ചെക്കനൊക്കെ ആയിരുന്നു മൂഞ്ചിയിൽ. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് എനിക്കറിയില്ല. സ്ത്രീ അതുപോലെ അവിടെ ഭയങ്കര വൻ കളക്ഷൻ നേടിയിട്ടുള്ള പടമാണ്. എല്ലാം അവർ ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻ നേടിയിട്ടുള്ള, അത്യാവശ്യം നല്ല എന്താ പറയാ, പ്രേക്ഷക പ്രശംസ ലഭിച്ചിട്ടുള്ള സിനിമകളാണ്. സോ നമ്മൾ ഹോളിവുഡ് ലെവൽ സാധനം പ്രതീക്ഷിക്കണ്ട. നമ്മുടെ VFX ഇതൊക്കെ വരും. VFX നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇത്തരം പ്രേതപ്പടങ്ങളിലുള്ള VFX കാര്യങ്ങളൊക്കെ അറിയാലോ, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക. ആ കരടീന്റെ സാധനമൊക്കെ ഇതിൽ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന നമുക്ക് കണ്ടറിയാം. പിന്നെ രശ്മി മന്ദാന പറഞ്ഞ പോലെ നല്ലൊരു കിടിലൻ ഷോ കാണാം. പിന്നെ ആയുഷ്മാൻ ഖുറാന, നവാസുദ്ദീൻ സിദ്ദീഖി, മൊത്തത്തിൽ ഒരു കളർഫുൾ പരിപാടി തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിൽ തന്നെ അവർ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഹൊറർ മാത്രം പിടിച്ചിട്ടുള്ള പരിപാടി അല്ലല്ലോ. ഒരു പക്ക കോമഡി ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിട്ട് വരാനാണ് ഈ തമ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം, പടം കണ്ടിരിക്കും.